സമാധി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നല്ല രീതിക്ക് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി കേട്ടാ പറഞ്ഞു. നമ്മുടെ ശ്യാമണ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നാടകം ഇഷ്ടപ്പെട്ടായിരുന്നു? സൂപ്പർ കലക്കി കേട്ടാ. ശ്യാമൻ എന്റെ എല്ലാ നാടകം കാണാം. സൂപ്പർ. എന്റെ സ്വന്തം ചേട്ടൻ നമ്മുടെ സ്വന്തം പാഷാണം ഷാജി ചേട്ടന്റെ ബ്രദറാണിത്. ഇവിടെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പായിട്ടുണ്ട്. ഇത് 10 രൂപയുടെ കൂപ്പണാണ്. ഇതിപ്പം സമ്മാനം അടിച്ചതാണ് മുട്ട, അത്രയും മുട്ട. ഈ ചേട്ടൻ കണ്ട 4-5 കൂപ്പണായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ചൂട് ചുക്ക് കാപ്പിയും കുടിച്ച് നാടകവും കണ്ട് ഇവിടെ ഇരിക്കും. ഇഞ്ചി കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ. ഈ ഒരു നാടകം എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പം ഈ ജനത്തിരക്ക് എല്ലാ ദിവസവും ഉണ്ട്. സുകുമാരിയായിരുന്നു ഇന്നലെ. ഇന്നിപ്പം നല്ല നിലവാരപ്പെടുന്നു. തൃശ്ശൂർ സത്കമയുടെ നാടകം എങ്ങനെയുണ്ട് ഇപ്പം കണ്ടുകൊണ്ട്? സംഭവം ഇവിടെ കണ്ടില്ലേ, ചുക്ക് കാപ്പിയുണ്ട്. ഇവിടെ നാടകം നടക്കുവാണ്. നമുക്ക് നാടകമൊക്കെ കണ്ട് ചുക്ക് കാപ്പിയും കുടിച്ച് ഇവിടെ ഇരിക്കാം. ഇഷ്ടം എടുത്ത് കുടിക്കാം. അതേതായാലും നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ. ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. പരവൂരാണ് നിൽക്കുന്നത്. പരവൂര് നാടകോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഒരാഴ്ച കാലം ഇവിടെ ഫുള്ള് നാടകമാണ്. രാത്രിയായാൽ നിങ്ങൾക്ക് ഒരു 7 മണിക്ക് വന്നാൽ നാടകവും കണ്ടിട്ട് വീട്ടിൽ പോകാം. മാത്രമല്ല ഇവിടെ ഒരു സമ്മാന കൂപ്പണുണ്ട്. അത് അതാത് ദിവസം തന്നെ എടുത്ത് വിജയം പ്രഖ്യാപിക്കുന്നത്. അപ്പം നാടകവും കണ്ടിട്ട് കൂപ്പൺ അടിച്ചാൽ സമ്മാനമായിട്ട് പോവാം. ഇതെല്ലാം പ്രൈസാണ്. അതും ഏത്തക്കൊലയും പ്രൈസാണല്ലേ? ഇതെല്ലാം പ്രൈസുകളാണ്. തിരുവാതിര ഒരു കൂപ്പൺ വിൽക്കും. കൂപ്പൺ വിൽക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പ്രൈസ് കിട്ടുന്നവർക്ക്, കൂപ്പൺ അടിക്കുന്നവർക്ക് ഓരോ സമ്മാനങ്ങൾ ദിവസം 40ഓളം സമ്മാനങ്ങൾ. നടശാലയിലെ ഒരു വരുമാനം ഇതാണ്. നമ്മൾ വേറെ പിരിവൊന്നുമില്ല. വ്യാപാരി വ്യവസായികളാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങനെ നാടകം നടക്കുന്നതിൻ്റെ അകത്തോട്ട് വന്നപ്പം കണ്ട കാഴ്ചയാണ് ഇവിടെ ഒരാൾ ഷർട്ടും തേച്ചിരിക്കുന്നുണ്ട്. ഇത് ഈ നാടകത്തിലുള്ള ആർട്ടിസ്റ്റാണ്. മാത്രമല്ല നിങ്ങൾക്കൊക്കെ അറിയാം, സിനിമയിലൊക്കെ ഉള്ള സതീഷ് കെ കുന്നത്ത്. നമ്മുടെ ചേട്ടനെ നിങ്ങൾ പല സിനിമയിലും കണ്ടു കാണും. ചേട്ടാ എങ്ങനെ പോകുന്നു? സുഖമായിട്ട് പോകുന്നു. നമസ്കാരം. നാടകമുണ്ട്, സിനിമയൊക്കെ ഉണ്ട്, ഇങ്ങനെ പോണ്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. ഷൂട്ട് ചെയ്ത് ഇങ്ങനെ അകത്തോട്ട് വന്നപ്പോൾ പരിചയമുള്ളൊരു മുഖം. ഓക്കെ, ഏതൊക്കെയോ സിനിമയിൽ ഇങ്ങനെ സീനുകളിലൊക്കെ കണ്ട് ഇറങ്ങിയ ഒരു സിനിമ ചെയ്യാറുണ്ട്. പക്ഷെ ഞാനൊരു 30 വർഷമായിട്ട് പ്രൊഫഷണൽ നാടക ആർട്ടിസ്റ്റാണ്. ഈ ചെയ്ത സിനിമകളൊന്നും പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? പ്രേക്ഷകർക്ക് എന്ന് വെച്ചാൽ അങ്കമാലി ഡയറീസ് ആണ് ഉള്ളത്. പിന്നെ തരംഗം, ലോലപ്പൻ്റെ മാമോദിസ, പിന്നെ പല്ലൊട്ടി, ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയ ഈ നോണ ഇന്ദ്രൻ സേട്ടനോടൊപ്പം ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അടിപൊളി നാടകം നമ്മുടെ ജീവനല്ലേ, ജീവിതമല്ലേ. സിനിമ നമ്മളെ സംബന്ധിച്ചൊരു ആഗ്രഹം മാത്രമാണ്. ഇത് നമ്മുടെ ജീവനാണ്. ചേട്ടന്റെ മകനും ഒരു സെലിബ്രിറ്റിയാണ്. കഴിഞ്ഞ തവണ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് നേടിയ മാസ്റ്റർ ഡാവഞ്ചിയുടെ പിതാവും കൂടിയാണിത്. ചേട്ടാ എന്ത് തോന്നുന്നു? ആ ഒരു നിമിഷം എന്ത് തോന്നി? വളരെ അഭിമാനമല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കള് നേടുക, മക്കളിലൂടെ നമ്മൾ സന്തോഷം പങ്കുവെക്കുക. അവൻ കുട്ടിക്കാലത്ത് നമ്മൾ ഈ നാടകം കളിക്കുമ്പോൾ കൂടെ കൊണ്ടു നടക്കുന്ന കാരണം കല അവനിലുണ്ട്. പിന്നിപ്പോ അവന്റെ പുതിയ വിശേഷം എന്ന് പറഞ്ഞാല് അവനിപ്പോ ജയസൂര്യ നായകനായിട്ടുള്ള കത്തനാരെന്ന് പറഞ്ഞ പടം അവൻ അഭിനയിച്ചിട്ടുണ്ട്. പൊളിച്ച് കോസ്റ്റ്യൂം അല്ലാതെ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ നാടകം തുടങ്ങുന്നതിന് മുമ്പ്? ഒരുപാട് ചെയ്യാനുണ്ട്. ഒരുപാട് പണിയുണ്ടില്ല. അതിന്റെ ഇടയ്ക്കാണ് നമുക്ക് കുറച്ച് ടൈം തന്നത്. ബേക്കിലോട്ടാ നോക്കിയറിയാം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിന്റേതായ തയ്യാറെടുപ്പിലാണ്. അവരവരെ കഥാപാത്രത്തെ എല്ലാവരും സെറ്റ് ചെയ്ത് സിനിമയ്ക്കാണെങ്കിൽ ഒരു മേക്കപ്പ് മാൻ ഉണ്ടാവും, നമ്മുടെ കോസ്റ്റ്യൂം നോക്കാൻ കോസ്റ്റ്യൂമർ ഉണ്ടാവും. നാടകത്തിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. നമുക്കിപ്പോ എന്റെ കോസ്റ്റ്യൂം ഇത് ഞാൻ ധരിച്ചിട്ടുണ്ടിരിക്കുകയാണ്. അവിടെ ഇനി ഓരോരുത്തരും അവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാടകം എന്ന് പറയുന്നതുണ്ടല്ലോ, അതിന്റെ പിന്നില് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇപ്പം ഇടയ്ക്ക് വെച്ച് നാടകത്തിന് ഒരു സ്വീകാര്യത നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ കുറഞ്ഞതാണ്. പക്ഷെ നമ്മുടെ പരവൂര് അതില്ല കേട്ടാ. എല്ലാ വർഷവും നാടകത്തിന് ഇതേ കണക്ക് ഇവിടെ നാടകം തുടങ്ങി. നിങ്ങൾക്ക് അറിയാം, ഈ ഒരു നാടകോത്സവത്തിൽ നല്ല തികഞ്ഞ ഒരു നിറഞ്ഞ സദസ്സിലാണ് നാടകം നടക്കുന്നത്. ഇവിടെ അടിപൊളിയായിരിക്കും. ഇത് തുടങ്ങുമ്പോൾ നല്ല ആളായിരിക്കും കേട്ടോ. പൊളിച്ചോണേ. ഓക്കെ, താങ്ക്സ്. ഈ നിൽക്കുന്നത് നമ്മുടെ പാഷാണം ഷാജി ചേട്ടൻ്റെ ഏട്ടനാണ്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമായിരുന്നോ ഗൈസ്? ചേട്ടൻ നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് സുരേഷ് കളിത്തട്ടൻ എന്നാണ്. നാടകത്തിൽ വർഷങ്ങളായിട്ട് കുറിച്ച് 2017 ശേഷം നാടകത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഏതായാലും ഇന്ന് നാടകം കാണാൻ അവസരം കിട്ടി. സന്തോഷം. തീർച്ചയായും നാടകം കാണണം. ഒരുപാട് നാടകത്തിൽ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടെന്നറിയാം. ഒരുപാട് ആളുകളുണ്ടെന്നറിയാം. അപ്പൊ നിങ്ങളുടെ എല്ലാം വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആയിരിക്കും ഞങ്ങളുടെ നാടകത്തിന് മുന്നോട്ടുള്ള വിജയം. തീർച്ചയായിട്ടും. ചേട്ടനെ മനസ്സിലായില്ലേ സിനിമയിലൊക്കെ ഉള്ളു. അപ്പോൾ ഓക്കെ ഏട്ടാ, ഏതായാലും കണ്ടത് വളരെ സന്തോഷം കേട്ടോ. ഇവിടെയാണ് നാടകം നടക്കുന്നത്. നമുക്ക് ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. ഇവിടെയാണ് നമ്മുടെ സമ്മാന കൂപ്പണൊക്കെ ഉള്ളത് കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ ചോദിക്കാം. ഡെയിലി 10 രൂപ കൂപ്പൺ.
ഡെയിലി അടിക്കുന്ന സമ്മാനത്തിന് ഡെയിലി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കൾ തരുന്ന സമ്മാനങ്ങൾ 40ഓളം സമ്മാനങ്ങൾ എല്ലാ ദിവസവും നിറക്കെടുക്കും. 10 രൂപ ആ കൂപ്പണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു മെഗാ ലക്കി ടിപ്പ് നടത്തുന്നുണ്ട്. അത് 100 രൂപയാണ്. അതിൽ വരുന്ന 1ാം സമ്മാനം ഫ്രിഡ്ജ്, 2ാം സമ്മാനം LED TV, 3ാം സമ്മാനം മിക്സി, 4ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, 5ാം സമ്മാനം പ്രഷർ. ഡെയിലി ഉള്ള സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ന് വെച്ചാൽ നാടകമൊക്കെ കണ്ട് തീർന്നിട്ട് സമ്മാനം മേടിച്ച ഒരു വില ഏത്തക്കൊക്കെ ആയിട്ട് വീട്ടിൽ മുട്ട അതൊക്കെ ആയിട്ട് വീട്ടിൽ. ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ അവരുടെ കടയിലുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. നമുക്ക് കൂപ്പൺ ഒന്നും അതെ ഇതാണ് ഡെയിലിയുള്ള 10 രൂപയുടെ കൂപ്പൺ. പിന്നെ അല്ലാതെ ഉള്ളത് നമ്മുടെ ബമ്പർ സമ്മാനത്തിന്റെ ലക്കി ടിപ്പ് 100 രൂപയുടെ കൂപ്പൺ. അത് ഈ വലിയ കൂപ്പൺ. അപ്പോൾ നിങ്ങൾ നാടകം കാണാൻ വരുമ്പം ഒരു കൂപ്പണും കൂടി എടുക്കുക. ഭാഗ്യം ഉണ്ടേ അടിക്കില്ലേ. പഠിച്ച തൃശൂര് കുറിയും കുരിശും ചന്ദ്രക്കളയും തെളിഞ്ഞ തൃശൂര് ചങ്ക തൃശൂര് ചങ്ങായി തൃശൂര് ചങ്ക തൃശൂര് ചങ്ങായി തൃശൂര് ലാഡറിൽ നിന്നും പ്രോഡക്റ്റുകൾ വാങ്ങും. എവിടുന്ന്? ഒരു സ്ഥലത്ത് നിന്ന്. പിന്നെ അത് 4ആയി, 4, 8ആയി, 12ആയി, 24ആയിട്ട് ഇങ്ങനെ പെരുകുമ്പോ അതിന്റെ മുകളിലേക്ക് ഞാൻ ഇങ്ങനെ വന്നു. ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ നമ്മുടെ നാട്ടില് നമ്മുടെ പ്രോഡക്റ്റുകൾ വന്നങ്ങോട്ട് നിറയും. അപ്പൊ അതിന്റെയൊക്കെ ലാഭം മോളിലുള്ള എന്റെ അക്കൗണ്ടിലേക്ക് വന്നോണ്ടിരിക്കുക. അത് മതി ഭക്തനെ. അതായത് വിദ്യ നമ്മുടെ അരിയങ്ങാടിന്ന് 1 കിലോ പരിപ്പ് ഞാൻ വാങ്ങിയാല് അതിന്റെ കമ്മീഷൻ നിനക്ക് വരും. അതന്നെ നമ്മുടെ പരിപ്പാവൂലേ മാർക്കറ്റില്. നിന്റെ മോന്റെ പരിപ്പ് വിദ്യ ഞാന് ബീവറേജ് 1 ലിറ്റർ ജവാൻ എടുത്തു നോക്കിയാ വെക്കാം. അതിന്റെ കമ്മീഷൻ നിനക്ക് വരും. അതിന്റെ കമ്മീഷനും ബീവറേജിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുനർജനിച്ചു. എടി ഇയാളെ ഞാൻ എവിടെ കണ്ട പോലെ. അവനാണിവൻ മനോജ് വിജികിച്ചു. നമ്മുടെ ശ്യാമണ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്യാമണ്ണൻ നാടകം ഇഷ്ടപ്പെട്ട? ഗംഭീരം. ഇതിനെ പറയാനുള്ളതല്ല. സൂപ്പർ കലക്കി കേട്ടാ. എല്ലാ നാടകം കാണണം. ശ്യാമൻ എന്റെ എല്ലാ നാടകം കാണാൻ സൂപ്പർ. പിന്നെ എന്റെ സ്വന്തം ചേട്ടന്റെ എന്റെ ചേട്ടത്തിന് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു നാടകം കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷമായി. കണ്ടില്ലേ ഈ ചേട്ടനൊക്കെ പൊളിച്ചടുക്കി. കണ്ടിട്ട് ഒരു എങ്ങനെയുണ്ട്? നല്ല നാടകമായിരുന്നു. ഈ 3 ദിവസം മെച്ചമാണ് അങ്ങനെ തോന്നും. എല്ലാം കണ്ടിട്ട് അവസാനം വഴി നമുക്ക് വിലയിരുത്താൻ പറ്റത്തുള്ളൂ. എൻ്റെ പേര് കമല. ഞാനൊരു പൊതുപ്രവർത്തകയാണ്. പിന്നെ ഇത് തുടങ്ങി അപ്പോഴും തൊട്ടേ ആരോഗ്യപരമായിട്ട് കുറച്ച് കുഴപ്പമുണ്ടെങ്കിലും കൂടെ തന്നെ ഉണ്ട്. എന്തായിരുന്നില്ലേ അടിപൊളി നാടകം. നമ്മുടെ തൃശ്ശൂർ സദ്ഗമയുടെ സൈറൻ എന്ന് പറയുന്ന നാടകമാണ് നമ്മൾ കണ്ടത്. എന്നാ നാടകമായിരുന്നു. എന്തോ അവരെ പെർഫോമൻസ്, എനർജി ലെവല് സമ്മതിക്കാതിരിക്കാൻ വയ്യ. അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു നാടകം വരുന്നുണ്ടെങ്കിൽ പോയി കാണണം, മിസ് ചെയ്യരുത്. തൃശ്ശൂർ സദ്ഗമയുടെ സൈറൻ എന്ന് പറയുന്ന നാടകം. അപ്പോൾ ഏതായാലും നമ്മുടെ പരവൂരിൻ്റെ നാടകോത്സവം ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇനി വരും ദിവസങ്ങളിൽ ഇതിലും കിടിലം നാടകവുമായി പരവൂർ നാടകോത്സവം
നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ, സൈനിങ് ഓഫ്.